ശബരിമലയിൽ SITയുടെ പരിശോധന ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് തുടരുകയാണ്. സന്നിധാനത്ത് സ്ട്രോങ് റൂമിലാണ് സംഘം ഇന്ന് പരിശോധന നടത്താൻ പോകുന്നത്. വിവരങ്ങൾ ഗോകുലാണ് നൽകുന്നത്. ഗോകുൽ, കഴിഞ്ഞ ദിവസം ആരംഭിച്ച പരിശോധന ഇന്നും തുടരുകയാണോ? SITയുടെ അന്വേഷണത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് രൂപപ്പെടുന്ന ഘട്ടത്തിലാണല്ലോ ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും SIT സംഘം തുടരുന്നത്. വിളക്ക് പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചതിന് ശേഷമാണ് SIT സംഘം ശബരിമലയിൽ എത്തിയത്. തുടർന്ന് ഇന്നലെ ഉച്ച മുതൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടപടികൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. 2 ദിവസം സന്നിധാനത്ത് തങ്ങി വിശദമായിട്ടുള്ള പരിശോധന നടത്തണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും അന്വേഷണ നടപടികൾ തുടരുന്നത്. പ്രധാനമായിട്ടും സന്നിധാനത്തെ സ്ട്രോങ് റൂം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം. സ്ട്രോങ് റൂമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന കട്ടിളപ്പാളി, അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലം എന്നിവയുടെ അളവുകളും തൂക്കങ്ങളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ചുള്ള നടപടിയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ കൂടി സഹായത്തിലാണ് ഈ അന്വേഷണ നടപടികൾ, പരിശോധന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിലുണ്ട്. ദേവസ്വത്തിന്റെ ജീവനക്കാരോടൊക്കെ ശബരിമലയിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം SIT നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരശേഖരണം അടക്കം അന്വേഷണ സംഘം നടത്തുമെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് SIT സംഘം ശേഖരിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് ഈ പരിശോധന നടത്തുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഇന്നലെ മുതൽ SITയുടെ പരിശോധന ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ SIT സംഘം ശബരിമലയിലെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഫെബ്രുവരി 9-ന് അന്വേഷണ സംഘത്തിന് അടുത്ത അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അന്നത്തെ ഫെബ്രുവരി 9-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടാവുക. എന്തായാലും ഇന്ന് അന്വേഷണം പൂർത്തിയാകുമോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കൂടി നീളുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും രാവിലെ 10 മണിക്ക് ശേഷം പരിശോധന നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഓക്കെ ഗോകുൽ, എന്തായാലും SIT അന്വേഷണം മന്ദഗതിയിലെന്നും അതോടൊപ്പം തന്നെ ചില വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വേളയിലാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം തുടരുന്നത്. ഇന്നിപ്പോൾ സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ പരിശോധന നടത്തും. മാത്രമല്ല 2017 അവിടുത്തെ ധ്വജസ്തംഭം അഥവാ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ SIT ഇപ്പോൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വിവരങ്ങൾ ലഭ്യമാണ്. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.